ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീക്കെൻഡാണ്, എന്നാൽ ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൻ്റെ താഴെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ കടയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് എന്താ പറയുന്നേ, ഇഷ്ടംപോലെ ആളുകൾ വരുന്നത് മാത്രമല്ല, എല്ലാവർക്കും നാളെ പോകണ്ടല്ലോ. അപ്പോൾ അതിൻ്റേതായൊരു സന്തോഷം കൂടിയുണ്ട്. അപ്പോൾ നമ്മളിതേ ചൈന മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ആ സ്റ്റെപ്പിൽ ഒരു പൂച്ചക്കുട്ട ഇരുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ 2-3 എൻട്രൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ കയറി കാണാനായിട്ടായാലും സാധനം മേടിക്കാനായിട്ടായാലും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഡ്രസ്സായാലും അതേപോലെ നമുക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും A to Z സാധനങ്ങൾ അവിടുന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് നേരെ മുകളിലേക്കാണ് പോയത്. അപ്പോൾ മുകളിലേക്ക് ചെന്നപ്പോഴത്തേക്ക് ആ ഒരു ഭാഗത്ത് മൊത്തം ഇങ്ങനെ ഫാൻസി ലൈറ്റുകളാണ്. അപ്പോൾ അതെല്ലാം കൂടി ഇങ്ങനെ ഇട്ടേക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ കുട്ടികൾക്ക് ഈ കളിക്കാനായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മളിവിടുന്ന് മേടിച്ചുകൊണ്ട് പോയിട്ട് വീട്ടിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവർ മേടിക്കുമല്ലോ, അങ്ങനെ മേടിക്കാൻ വേണ്ടിയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഇതേപോലുള്ള കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ പിന്നെ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ വാട്ടർ ഫൗണ്ടൻ ഉണ്ടല്ലോ, അപ്പം നല്ല മനോഹരമാണത്. അപ്പോൾ പല രീതിയിലുള്ള വാട്ടർ ഫൗണ്ടനുകൾ അവരിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിരിക്കുട്ടനെ അത് കണ്ടപ്പോഴത്തേക്ക് ആ വെള്ളം ഇങ്ങനെ വരുന്നതിൽ കളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അതിരിക്കുട്ടൻ പോയിട്ട് ആ വെള്ളത്തിലൊക്കെ അവിടെ ഇങ്ങനെ കളിക്കുന്നതാണ്. അതേപോലെ തന്നെ അവർ പല ഷേപ്പിലുള്ളത് ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലെല്ലാം അതിരിക്കുട്ടൻ ഇങ്ങനെ കൈയിട്ട് കുറേ നേരം അവിടെ നിന്ന് കളിച്ചു കേട്ടോ. കളിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും 1-2 ഫൗണ്ടൻ്റെ അടുത്തോട്ടൊക്കെ ഞങ്ങളൊന്ന് പോയി. അപ്പം ഓരോ ഫൗണ്ടൻ അതിന് ഓരോ വിലകളാട്ടോ. ഇപ്പം ഇതിന് 150 റിയാലാണെന്നുണ്ടെങ്കിൽ വേറെ ഒരെണ്ണം അവിടെ ഉണ്ട് കേട്ടോ, അതിന് 450-500 റിയാലൊക്കെയാണ്. അപ്പോൾ ഇത് വീടുകളുടെ അകത്ത് മേടിച്ച് വെക്കുന്നതുണ്ട്. അതേപോലെ തന്നെ പുറത്ത് മുറ്റത്തൊക്കെയോ അല്ലെങ്കിൽ പാർക്കൊക്കെ ഉണ്ടെങ്കിൽ, കുഞ്ഞു പാർക്കൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇതിനാണ് 450 റിയാൽ. അപ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റി വാട്ടർ ഫൗണ്ടനുകൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെ കൂടുതലും ഇതേപോലെ ഡൈനിങ് ഈ ടേബിളുണ്ടല്ലോ, ചെയേഴ്സ്, ഡൈനിങ് ടേബിൾ, അങ്ങനെയുള്ള ഒരുപാട് ഫർണിച്ചറുകളും ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം മറ്റുള്ള കടകളിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്രയും വിലയില്ല കേട്ടോ. അങ്ങനെ ചൈന സാധനങ്ങളാണ് അവിടെ ഉള്ളതെല്ലാം. അപ്പോൾ നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഇവിടെ നിന്ന് ലാഭത്തിന്, അതായത് സാധാരണ കടകളിൽ നിന്ന് മേടിക്കുന്നതിനെയും കാട്ടി കുറച്ച് ലാഭത്തിന് വാങ്ങാൻ കഴിയും. അപ്പോൾ എന്താ പറഞ്ഞാൽ ഇതിൻ്റെ പേര് ചൈന മാർക്കറ്റ്, ഒരു ചന്ത തന്നെയാണ്. ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഏത് സാധനം എന്ത് വേണമെങ്കിലും നമുക്ക് എന്താ പറയുന്നത് നോക്കിയെടുക്കാം. അപ്പോൾ നല്ലതാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് പിന്നെ വേറെ വാട്ടർ ഫൗണ്ടൻ്റെ അടുത്ത് നിന്ന് അടുത്തത് വീണ്ടും ലൈറ്റുകളുടെ വേറൊരു സെക്ഷനിലേക്ക് വന്ന്. അപ്പോൾ ഇത് ഈ വീഡിയോയിൽ കാണുന്ന നടക്കുന്നല്ലോ കേട്ടോ, ഭയങ്കരമായിട്ടുള്ള നല്ല ലൈറ്റുകളാണ്. അപ്പോൾ ഇത് പല ഷേപ്പിലായിട്ട് ഉണ്ട്. അതേപോലെ തന്നെ എന്താ പറയുന്നത്, നല്ല വർണ്ണ മനോഹരമാണ് ഇത് കാണാനായിട്ട്. ഞാനപ്പോൾ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ കിടക്കുന്ന ലൈറ്റുകളുണ്ടല്ലോ, അതായത് ഹാങ് ലൈറ്റുകൾ, അപ്പോൾ അതിങ്ങനെ കിടക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എന്നാൽ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഒന്ന് നടന്നു വരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും അതിരിക്കുട്ടനെയും കൂടെ ആ ലൈറ്റുകളുടെ ഇടയിൽ കൂടി, അതായത് നമ്മുടെ പണ്ടത്തെ 2 കയ്യാലകൾ വെച്ചിട്ട് ചെറിയ ഇടവഴി ഉണ്ടായിരുന്നല്ലോ, അതേപോലെ ഉള്ള ഇടവഴി കൂടി ഇങ്ങനെ വരുന്ന കണക്ക് 2 സൈഡിലും ഇങ്ങനെ ലൈറ്റുകൾ തൂക്കിയിട്ടിട്ട് അതിൻ്റെ നടുക്കൂടി ഇങ്ങനെ വരുന്നതാണ് കണ്ടത് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ നിന്നിട്ട് പിന്നെ നേരെ ഇനി വന്നിട്ട് എന്നാൽ ലുലു മോളിൽ കയറിയിട്ട് എല്ലാവർക്കും ഷവർമയൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ ലുലു മോളിൽ വന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഞാൻ അവിടുത്തെ കണ്ണാടിക്കകത്ത് കണ്ടോ വീഡിയോ എടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് ഈ കണ്ണാടിയിലോട്ട് നോക്കുമ്പോഴത്തേക്ക് സാധാരണ ഉള്ളതിനെക്കാട്ടി നമുക്ക് കുറച്ച് സൗന്ദര്യം കൂടുതലായിരിക്കും. നല്ല ലൈറ്റൊക്കെ അടിച്ചിട്ട് നല്ല കളറായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങളിഞ്ഞ് മുകളിൽ വന്നു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോയത് എവിടേക്കാണെന്ന് വെച്ചാൽ ഫുഡ് സെക്ഷൻ്റെ അടുത്തോട്ടാണ് പോയത്. അങ്ങനെ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും അവിടെ എല്ലാം ഇതെന്തോന്ന് പറയുമ്പോൾ ചിക്കനുകൾ ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. പിന്നെ ഞാൻ എപ്പോൾ പോയാലും ഫിഷിൻ്റെ അടുത്തോട്ടൊന്നും പോകാതിരിക്കില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ച് സ്ഥലത്തുള്ള ഫിഷുകൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അങ്ങോട്ടൊക്കെ നല്ല ആളായത് കാരണം അവിടോട്ടുള്ളതൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെ കുറേ സലാഡുകൾ, അതേപോലെ തന്നെ ജ്യൂസുകളൊക്കെ ഐസ് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫ്രൂട്ട്സുകൾ പലതരത്തിലുള്ളത് ഇങ്ങനെ അവരിങ്ങനെ
വെച്ചിട്ടുണ്ടായിരുന്നു. സ്നാക്സ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നമ്മുടെ തന്നെ പരിപ്പ് വട, ഉഴുന്ന് വട, പിന്നെ മോദകം, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷവർമ്മ ഓർഡർ ചെയ്ത് കേട്ടോ. അപ്പോൾ ഷവർമ്മ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ പോയി ബാക്കി സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു. അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലോട്ടും പിന്നെ വെജിറ്റബിളിൻ്റെ ആ ഭാഗത്തോട്ടും ഒക്കെ ഒന്ന് പോയി. അപ്പോൾ ഫ്രൂട്ട്സ് നന്ദേട്ടൻ ഇന്ന് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ ഫ്രൂട്ട്സ് ഒന്നും എടുത്തില്ല, പിന്നെ കുറച്ച് കുക്കുംബറൊക്കെ വാങ്ങി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അത്രയൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റ, ടേക്ക് കെയർ.